മഖ്ബറിന്റെ അടുക്കൽ പോയി അതാ റസൂലുള്ളാഹിനോട് തേടിയ സംഭവം ഉദ്ധരിച്ച് വിശദീകരിച്ചതിന് ശേഷം പറയുകയാണ് സാലിഹീങ്ങളായ ആളുകൾ മഖ്ബറുകളിൽ ആരൊക്കെയുണ്ടോ ആ ആളുകളെയൊക്കെ ഇടയാളന്മാരാക്കി തേടണം. ഫീ ഖളാഇ ഹവായിജിഹി, അവന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ, വമഗ്ഫിറതി ദുനൂബിഹി, പാപം പുറത്തു കിട്ടാൻ, സുമ്മ യദ്ഉ ലിനഫ്സിഹി വലിവാലിദൈഹി, പിന്നെ മഹാന്മാരെ മഖ്ബറയിൽ സ്വന്തം ശരീരത്തിന് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും വലിയ മശായിഖി ഉസ്താദുമാർക്ക് വേണ്ടിയും വലിയ അഖാരിബിഹി കുടുംബങ്ങൾക്ക് വേണ്ടിയും വലിയ അഹ്ലി തിൽക്കൽ മഖാബിരി ആ മഖ്ബറുകളിലുള്ള എല്ലാവർക്കും വേണ്ടിയും വലിയ അംവാത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയും വലിയ അഹ്യാഇഹിം വദുർരിയത്തിഹിം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ സന്താന പരമ്പരകൾക്ക് വേണ്ടിയും ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും മഹാന്മാരെ മഖ്ബറയിൽ വെച്ച് ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ മനസ്സിലാക്കണം, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാർ ഈ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. ഈ ഇബ്നുൽ ഹാജ് ചില്ലറക്കാരനല്ല, മാലിക്കി മദ്ഹബിലെ ലോകപ്രശസ്തനായ പണ്ഡിതനാണ്. മഹാനവറുകൾ അവിടുന്ന് രേഖപ്പെടുത്തുന്നു, ഓ ജനങ്ങളെ, നിങ്ങൾ മഹാന്മാരെ മഖ്ബറയിൽ ചെന്ന് അവരെ തവസ്സുലാക്കി ദുആ ചെയ്യണം എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയില്ലേ വയുക്സിറു തവസ്സുല ബിഹിം ഇലല്ലാഹി തആല ലിഅന്നഹു സുബ്ഹാനഹു വതആല ഇജ്തബാഹും വശറഫഹും വകറമഹും. അല്ലാഹു തആല മഹാന്മാരെ തെരഞ്ഞെടുക്കുകയും അവരെ അല്ലാഹു തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഈ മഹാന്മാര് മുഖേന അല്ലാഹു നമുക്ക് ഫലം തന്നതുപോലെ അവരാഖിറത്തിലുള്ള സമയത്ത് കൂടുതൽ ഫലം കിട്ടും. മാലിക്കി മദ്ഹബുകാരനായ ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമൻ ഹറാദ ഹാജതൻ, അതുകൊണ്ട് വല്ലവർക്കും വല്ല ഉദ്ദേശവും സബലീകരിക്കണമെങ്കിൽ ഫൽയദ്ഹബ് ഇലൈഹിം, മഹാന്മാരെ സമീപത്തവൻ പോകട്ടെ, വയതവസ്സലു ബിഹിം, അവരെ കൊണ്ടവൻ അവരുടെ അടയാളന്മാരാക്കി പ്രാർത്ഥിക്കട്ടെ. ഫഇന്നഹുമുൽ വാസിതതു ബൈനല്ലാഹി തആല വഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ അല്ലാഹു അവരെ മധ്യവർത്തിയാക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, വഖദ് തഖററ ഫിശ് ശറഇ, പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. വഉലിമ മാലില്ലാഹി തആല ബിഹിം മിനൽ ഇഅ്തിനാഇ വദാലിക കസീറും മശ്ഹൂർ, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പരിഗണനയാണ്, അത് അറിയപ്പെട്ട കാര്യമാണ്. വമാ സാലന്നാസു, മുസ്ലിമീങ്ങളായ ജനങ്ങൾ, മിനൽ ഉലമായി, സർവ്വാലിമീകളും, വല്ലകാബിരി, വലിയ വലിയ മഹാന്മാരും, കാബിറൻ അൻ കാബിരിൻ, മഹാന്മാര് മഹാന്മാരിൽ നിന്ന് മനസ്സിലാക്കി, മശ്രിഖൻ വ മഗ്രിബൻ, കിഴക്കും പടിഞ്ഞാറും ലോകമൊട്ടാകെയും, യതബറകൂന ബിസിയാറത്തി ഖുബൂരിഹിം, അവരെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ട് ബറക്കത്തെടുക്കുന്നു. വയജിദൂന ബറക്കത ദാലിക ഹിസ്സൻ വ മഅനാ, അതേ ബാഹ്യമായും ആന്തരികമായും ഭൗതികമായും ആത്മീയമായും അതിന്റെ ബറക്കത്ത് ലോകത്തുള്ള സർവ്വ ഇമാമിങ്ങളും ആലിമീങ്ങളും ഇതാ എടുത്തുകൊണ്ടേയിരിക്കുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലം മുതലേ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ അവസാനം പറയാണ്, ഓ ജനങ്ങളെ, വന്നബിയു അഫ്ളലു മിനൽ കഅബതി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയേക്കാൾ ബഹുമാനമുള്ളവരാണ്. വമിൻ ബൈത്തുൽ മുഖദ്ദസി, ബൈത്തുൽ മുഖദ്ദസിനെക്കാളും ബഹുമാനമുള്ളവരാണ് എന്നിങ്ങനെ പോലെ. ഇൻദഹു ഹജ്ജുൻ വലാ ഉംറ, പക്ഷേ നബിയുടെ അടുക്കൽ ഹജ്ജും ഉംറയും ഇല്ലെന്ന് മാത്രം. അതിങ്ങനെ പറഞ്ഞ് വിശദീകരിച്ചിട്ട് മഹാനവറുകൾ അവസാനം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സിയാറത്ത് അത് ഏറ്റവും ബഹുമാനമുള്ള വിഷയമാണ്. وقد نقل ابن هبيرة في كتاب اتفاق الأئمة قال اتفق مالك والشافعي وابو حنيفة وأحمد بن حنبل رحمهم الله. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും യോജിച്ച കാര്യമാണ്. അലാ അന്ന സിയാറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഹബ്ബ,
അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യൽ അത് പുണ്യകർമ്മമാണ്, അത് വളരെ പുണ്യമുള്ള വിഷയമാണ്. അതിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് സുബ്ഹാനല്ലാഹ് വൽ ഹാസിലു മിൻ അഖ്വാലിഹിം അൻഹാ ഖുർബത്തുൻ മത്ലൂബത്തുൻ ബിനഫ്സിഹാ. അതവിടെ പള്ളിയിൽ കയറുമ്പോൾ കയറി നോക്കലല്ല, അത് സ്വന്തം തന്നെ റസൂലുള്ളാഹിന്റെ സിയാറത്തിന് പോകൽ പ്രത്യേകം സുന്നത്താണ്. ഇങ്ങനെ വിശദീകരിച്ച അവസാനം മഹാനവറുകൾ പറയുന്നത് കേട്ടോളൂ സഹോദരന്മാരെ. അലാ തറാ, നിനക്ക് കണ്ണില്ലടോ, നീ കാണുന്നില്ലടോ. ഇലാമാ വഖഅ മിനൽ ഇജ്മാഇ, ലോകത്ത് ഒരു ഇമാമിനും തർക്കമില്ല. അലാ അന്ന അഫ്ളൽ ബിഖാഇൽ മൗദിഉ അല്ലദീ ضم അഅദാഹു അൽ കരീമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെന്നല്ല അല്ലാഹു പടച്ച ഏത് സ്ഥലമുണ്ടോ എല്ലാ സ്ഥലത്തിനേക്കാളും ബഹുമാനമുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം തൊട്ടുകിടക്കുന്ന ഭൂമിക്കാണ്. അത്ര ബഹുമാനമുള്ള ഒരു സ്ഥലം ലോകത്ത് വേറെ ഇല്ല. അതിങ്ങനെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുകയാണ്, എന്നാൽ അമ്പിയാക്കളെ സിയാറത്ത് ചെയ്യുന്ന സംഗതിയോ അമ്പിയാക്കളെടുക്കൽ സിയാറത്ത് ചെയ്യുന്നവർ ചെല്ലണം. ദൂരങ്ങളിൽ നിന്ന് അമ്പിയാക്കളെ ഖബർ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ വരണം. അവരെ സമീപത്തെത്തിയാൽ വളരെ താഴ്മയോടെ അമ്പിയാക്കളെ ഖബറിന്റെ അടുക്കൽ പോയി നിൽക്കണം. അവന്റെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ബഹുമാനിക്കണം. അതിങ്ങനെ പറഞ്ഞിട്ട് അവസാനം മഹാനവറുകൾ പറയുകയാണ്, അമ്പിയാക്കളെ അടയാളന്മാരാക്കി പ്രാർത്ഥിക്കണം. പാപം പൊറുക്കാനും ആവശ്യം നിർവഹിച്ചു കിട്ടാനും ആ അമ്പിയാക്കളോട് തന്നെ സഹായം തേടുകയും വേണം. അമ്പിയാക്കളോട് തന്നെ ആവശ്യം തേടണം. അമ്പിയാക്കളോട് തന്നെ ആവശ്യം തേടണം. പിന്നെയും പറയണം, അവരെ ബറക്കത്ത് കൊണ്ട് അവരെ വിളിച്ചു തേടിയാൽ അല്ലാഹു തിരുവല്ലവൻ ഉറപ്പിക്കുകയും വേണം. സംശയിച്ചുകൊണ്ട് നടത്തരുത്. അല്ലാഹുവിന്റെ അമ്പിയാക്കളെ വിളിച്ചു തേടിയാൽ അല്ലാഹു തരുമെന്നവൻ ഉറപ്പിക്കണം. അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അല്ലാഹു തുറന്ന വാതിലാണ് അവര്, അല്ലാഹു തുറന്ന കവാടങ്ങളാണ് അവര്. അതുകൊണ്ട് അത് ഉറപ്പിച്ച് തന്നെ അവൻ അങ്ങനെ ചെയ്തോളണം. പിന്നെ അവസാനം പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയെ സിയാറത്ത് ചെയ്യുമ്പോഴോ അത് ഫകുല്ലു മാ ദുക്ര യസീദു അലൈഹി അൽആഫഹു, ഇതിനേക്കാളൊക്കെ എത്രയോ താഴ്മയും എത്രയോ വിനയവും എത്രയോ ബഹുമാനവും കാണിക്കണം. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ലിഅന്നഹു ശാഫിഉൽ മുശഫഉ, എന്തുകൊണ്ട് ആ നബിയാണ് ശുപാർശ പറയാൻ അല്ലാഹു നിശ്ചയിച്ച നബി. അൽ മുശഫഉ, ശുപാർശ സ്വീകരിക്കപ്പെടുന്ന നബി. അല്ലദീ ലാ തുറദ്ദു ശഫാഅതുഹു, ആ നബിയുടെ റെക്കമെന്റ് ഒരിക്കലും തള്ളപ്പെടൂല. വലാ യഖീബു മൻ ഖസദഹു, ആ നബിയെ കരുതിയവൻ വെറുതെ ആയി പോകൂല. വലാ മൻ നസല ബിസാഹതിഹി, നബിയുടെ മുറ്റത്ത് ഇറങ്ങിയവൻ ഒരിക്കലും പരാജയപ്പെടൂല. വലാ മൻ ഇസ്തആന അബിസ്തഗാസ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തവർ, നബിയോട് സഹായം തേടിയവർ ഒരിക്കലും പരാജയപ്പെടൂല. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പിന്നെയും പറയാണ്, ഫമൻ തവസ്സല ബിഹി അബിസ്തഗാസ ബിഹി, ആരെങ്കിലും റസൂലുള്ളാഹിനെ അടയാളനാക്കി ചോദിച്ചാൽ അബിസ്തഗാസ ബിഹി, അല്ലേ നബിയോട് വിളിച്ച് തേടിയാൽ, ഔ തലബ ഹവായിജഹു മിൻഹു, അല്ലേ നബിയോട് തന്നെ അവന്റെ ആവശ്യം തേടിയാൽ, ഫലാ യുറദ്ദു വലാ യഖീബ്, അവൻ തള്ളപ്പെടൂല, അവൻ വെറുതെ ആവൂല. അതിന് എത്രയെത്ര തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ അവസാനം പറയുകയാണ്, സഹോദരന്മാരെ, അതേ
നിങ്ങൾക്കറിയോ ഫത്തവസ്സുലു ബിഹി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ അടയാളനാക്കൽ ഹുവ മഹല്ലു ഹത്തി അഹ്മാലിൽ ഔസാർ അവിടെയാണ് മനുഷ്യന്റെ പാപം ഇറക്കി വെക്കുന്ന സ്ഥലം വഅസ്ഖാലിദ്ദുനൂബി വൽ ഖതായ പാപങ്ങളുടെ ഭാരങ്ങൾ റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കുമ്പോഴാണ് നീങ്ങിപ്പോകൽ ലിഅന്ന ബറകത ശഫാഅത്തിഹി അലൈഹി സ്വലാത്തു വസ്സലാം കാരണം റസൂലുള്ളാഹിന്റെ ബറകത്ത് ശഫാഅത്തിന്റെ ബറകത്ത് വഅളമഹാ ഇൻദ റബ്ബിഹി അതിന്റെ മഹത്വം റബ്ബിന്റെ അടുക്കൽ ലാ യതആലമുഹാ ദംബുൽ ഒരു പാപവും റസൂലുള്ളാഹിന്റെ മഹത്വത്തിന്റെ മേലെ വലുതാവൂല ഇത് അന്നഹാ അതുകൊണ്ട് റസൂലുള്ളാഹിനെ അതാ സിയാറത്ത് ചെയ്യുന്നവർ അവൻ സന്തോഷം ഉൾക്കൊള്ളട്ടെ വയൽജഉ ഇലല്ലാഹി തആല ബിശഫാഅത്തി നബിയിഹി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് മുഖേന അവൻ അല്ലാഹുവിലേക്ക് അഭയമാകട്ടെ മല്ലം യസുറുഹു അല്ലാഹുമ്മ ലാ തഹ്രിംനാ മിൻ ശഫാഅത്തിഹി ബിഹുർമത്തിഹി عندك آمين يا رب العالمين ആരെങ്കിലും റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടാൻ സന്നദ്ധരല്ലാത്തവരുണ്ടെങ്കിൽ നബിയെ സന്ദർശിക്കാൻ തയ്യാറില്ലാത്തവരുണ്ടെങ്കിൽ